പണ്ടേ ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസ് എല്ലാം തകർന്ന് തരിപ്പണമായി, ഇനി രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല, മുന്നിലൊരു വഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ആത്മഹത്യ ചെയ്യാമെന്നുള്ള തീരുമാനമായിട്ട് ഒരു പാർക്കിൽ പോയിരുന്നു. പെട്ടെന്ന് ഇയാളുടെ അടുത്തേക്ക് ഒരാൾ എന്താ നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരാൾ വന്നു. എന്നാലും അയാൾ എന്ത് ചെയ്തു, തൻ്റെ അവസാനത്തെ ശ്രമം എന്നോണം അയാളോട് വന്ന ആളോട് തൻ്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു. എനിക്കിനി വേറെ വഴിയൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ കണ്ടു കഴിഞ്ഞ വലിയൊരു മാന്യൻ, അതായത് ഈ അപരിചിതൻ, അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാം, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് പണം കടം തരാം. കൃത്യം 1 കൊല്ലം കഴിയുമ്പോൾ ഇതേ സ്ഥലത്ത് വെച്ച് ഈ തുക മുഴുവനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് തിരിച്ചു നൽകണം എന്ന് പറഞ്ഞു. ക്യാഷ് അല്ല കൊടുത്തത്, ഒരു ചെക്ക് എഴുതി കൊടുത്തിട്ട് അയാൾ അവിടെ നിന്ന് പോയി. ഈ ചെക്ക് കണ്ടതും ബിസിനസ്സുകാരനായിട്ടുള്ള അയാൾ വെറുതെ അതിലേക്കൊന്ന് നോക്കിയപ്പോൾ അയാൾ ആകെ ഞെട്ടിപ്പോയി. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായിട്ടുള്ള റോക്ക്ഫെല്ലറാണ് ആ ചെക്ക് നൽകിയിരിക്കുന്നത്, അതും $10 മില്യൺ ചെക്ക്. അങ്ങനെ അയാൾ ആ ചെക്കുമായിട്ട് അയാളുടെ വീട്ടിലേക്ക് പോയി എന്ത് ചെയ്യണം എന്നൊക്കെ കുറേ ആലോചിച്ചു. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, ഈ $10 മില്യൺ ഒന്നും വേണ്ട, അയാൾക്ക് അത്രയും വലിയ കടമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ ഒരു അംശം മതി അയാളുടെ കടം വീടാനായിട്ട്. അപ്പോൾ അയാൾ എന്ത് വിചാരിച്ചു, ഈ ചെക്ക് ഇപ്പം മാറണ്ട, ഈ ചെക്ക് എന്ത് ചെയ്യുക, ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാം. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, കാശ് കടം കൊടുക്കാനുള്ള ആളുകളുടെ അടുത്തേക്ക് പോയിട്ട് അവരോട് വളരെ നന്നായിട്ട് സംസാരിച്ചു. എൻ്റെ കമ്പനി വീണ്ടും തുറന്ന് പ്രവർത്തിക്കണമെന്നും കുറച്ച് കാശ് തിരിച്ചു തരാൻ ഒരു 6 മാസത്തെ സമയം കൂടെ എനിക്ക് വേണം, ബാങ്കിൽ പോയിട്ട് മുടങ്ങിയ ലോണുകൾ തിരിച്ചടക്കാൻ 6 മാസത്തെ തവണകളും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബിസിനസ് നടന്നില്ലെങ്കിലും 6 മാസം കഴിഞ്ഞാൽ കൊടുക്കാൻ തൻ്റെ കയ്യിൽ കാശുണ്ടല്ലോ, ആ ഒരു ചെക്ക് ഉണ്ടല്ലോ എന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അങ്ങനെ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടത്. പിന്നീട് അയാൾ തൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വ്യാപാരികളെ പോയി കണ്ടു. പണം അഡ്വാൻസായി തന്നാൽ ഉൽപ്പന്നങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് ഓഫർ ചെയ്ത് കുറച്ച് പണം സ്വരൂപിച്ചു. ഫാക്ടറി വീണ്ടും തുടങ്ങി, ഉത്സാഹത്തോടെ പണിയെടുത്തു. 6 മാസം കൊണ്ട് അയാൾ പഴയ സ്ഥിതിയിലെത്തി, കടങ്ങളെല്ലാം വീടി. 6 മാസം കൊണ്ട് തന്നെ അയാളുടെ എല്ലാ കടങ്ങളും വീടി. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു, കൃത്യം 1 കൊല്ലം കഴിഞ്ഞ് എന്ത് ചെയ്യണം, ആ ചെക്ക് തിരിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ ആ പണം മുഴുവൻ തിരിച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ ഇയാൾ ഇപ്പോഴും ആ ചെക്ക് യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ 1 കൊല്ലത്തിന് ശേഷം അയാൾ ആ ചെക്കുമായിട്ട് പാർക്കിലെ ബെഞ്ചിൽ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ വരുന്നു റോക്ക്ഫെല്ലർ. പുറകെ 2 സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുണ്ട് കേട്ടോ. അയാളുടെ അടുത്ത് വന്നിരുന്നപ്പോഴേക്കും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു, അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഈ ബിസിനസ്സുകാരൻ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഇദ്ദേഹം ആരാണെന്ന് അറിയാമോ? അപ്പോൾ സെക്യൂരിറ്റിക്കാർ പറഞ്ഞു, ക്ഷമിക്കണം സാർ, ഇയാൾ താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയോ? ഇയാൾ ഞങ്ങളുടെ ചികിത്സയിലുള്ള ഒരു മാനസിക രോഗിയാണ്. ലോകത്തിലെ ഏറ്റവും ധനികനായ റോക്ക്ഫെല്ലർ ആണെന്നും പറഞ്ഞ് കാണുന്നവർക്കെല്ലാം വ്യാജ ചെക്ക് ഒപ്പിട്ട് നൽകുന്നതാണ് ഇയാളുടെ പണി. ഇത്രയും പറഞ്ഞിട്ട് സെക്യൂരിറ്റിക്കാർ അയാളെയും കൊണ്ടുപോയി. ഇതും നോക്കി ബിസിനസ്സുകാരൻ